ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊന്ന് ഒരു അടിപൊളി യാത്രക്കിടയിൽ കണ്ടുമുട്ടിയ ഒരു അടിപൊളി സൈറ്റാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വയനാട് ജില്ലയിൽ മീനങ്ങാടിയിൽ നിന്ന് കേണിച്ചിറ വഴി യാത്ര ചെയ്യുമ്പോഴാണ് നമുക്കൊരു അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ്, മീൻസ് നല്ല പുൽത്തോട്ടം എന്നൊക്കെ പറയാം നമുക്ക്. കാരണം പശുക്കൾക്ക് കന്നുകാലികൾ കൊടുക്കാൻ വേണ്ടിയിട്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ കൃഷി ചെയ്തുകൊണ്ട് വിൽപ്പന നടത്തുന്ന ഒരു സിസ്റ്റമായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ മീനങ്ങാടിയിൽ നിന്നും കേണിച്ചിറ റൂട്ടിലൂടെ സഞ്ചരിച്ച് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്ലേസ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണല്ലേ നമുക്കിവിടെ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൃഷി വളരെ നല്ല രീതിയിലാണ്, ഏക്കർ കണക്കിന് സ്ഥലത്താണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തുകൊണ്ട് ഈ പുല്ല് ബിസിനസ് ആയിട്ട് ഒരുപാട് ആൾക്ക് മാതൃകാപരമായിട്ടുള്ളൊരു സിസ്റ്റമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കാരണം വാഹനം ഏത് റോഡിലും, അതായത് ഈ ഏക്കർ കണക്കിന് സ്ഥലത്തേക്ക് വാഹനം നേരിട്ടെത്തി അവിടെ നിന്ന് ഈ പുല്ല് കളക്ട് ചെയ്തുകൊണ്ട് ആരാണ് ആവശ്യക്കാർക്ക് അവർക്ക് ഡെലിവറി ചെയ്യാനും, അതുപോലെ ഇവിടെ വന്ന് കളക്ട് ചെയ്യേണ്ട ആളുകൾക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാനുള്ളൊരു സംവിധാനമാണ്, ഒരു സിസ്റ്റമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിലുപരി പ്രകൃതി കനിഞ്ഞരുളിയിട്ടുള്ള, പ്രകൃതിയുടെ വരദാനമായിട്ടുള്ള ഈ ഒരു പോയിന്റ് വളരെ നല്ലൊരു വ്യൂ ആണ് നമുക്ക് തരുന്നത്. മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന കാഴ്ചകളാണ്. വീഡിയോ എടുക്കുന്ന സമയത്ത് വലിയ രീതിയിലൊരു മിന്നലും ഒരു ഇടിയും വെട്ടുന്നതാണ് നിങ്ങളിപ്പോൾ ശബ്ദമായിട്ട് കേട്ടതും വെളിച്ചമായിട്ട് കണ്ടതും. എന്തായാലും നമ്മൾ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്കിതിന്റെ കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നതാണ്. വലിയ രീതിയിലുള്ള കാലാവസ്ഥാ വ്യതിയാനമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഇടിയും മിന്നലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു അപകട സൂചന ഉള്ളത് കൊണ്ട് തൽക്കാലം ഈ ലൈവ് ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയിൽ ഇതിന്റെ വിശദവിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ്. എന്തായാലും ദൈവാനുഗ്രഹത്താൽ ആപത്തുകളൊന്നും സംഭവിച്ചിട്ടില്ല. വലിയ രീതിയിലുള്ളൊരു ഇടിയും മിന്നലും വന്നു പോയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ള എല്ലാവരിലേക്ക് എത്തിക്കുക, ആളുകൾക്ക് ഉപകാരപ്രദമാവട്ടെ. താങ്ക്